ക്ലിയോപാട്ര സെവൻത്ത്, ദ ലാസ്റ്റ് ക്വീൻ ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്ത്. ഇതൊരു ചരിത്രം മാത്രമല്ല, ഇത് അധികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും യാത്രയാണ്. വരൂ, നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാം. ക്ലിയോപാട്ര ചരിത്രത്തിലെ ഏറ്റവും പേരുകെട്ട സ്ത്രീകളിൽ ഒരാളാണ്. അവളുടെ ജീവിതം ഒരു എക്സോട്ടിക് മൂവി കാണുന്ന പോലെ മനോഹരമാണ്. കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. 2000 വർഷം മുന്നേ BC 69 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഒരു പെൺകുഞ്ഞ് പിറന്നു. ആ കുട്ടിക്ക് പേര് വീണത് തിയോഫിലോപേട്ടർ എന്നായിരുന്നു. പിന്നീട് അവൾ ക്ലിയോപാട്ര സെവൻത്ത് എന്ന് അറിയപ്പെട്ടു. ക്ലിയോപാട്ര എല്ലാ കാര്യങ്ങളിലും ജിജ്ഞാസയുള്ളവൾ ആയിരുന്നു. അവൾ ശാസ്ത്രത്തിലും ഗണിതത്തിലും ഭാഷയിലും പൊളിറ്റിക്സിലും വളരെയധികം അറിവ് നേടിയിരുന്നു. അവൾക്കൊരു സാധാരണ രാജ്ഞിയായിരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നതാകും ശരി. ബുദ്ധിമതിയായ ശക്തിയായ ഭരണാധികാരി ആവാൻ ആയിരുന്നു അവൾ ആഗ്രഹിച്ചത്. ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന പ്രകൃതമായിരുന്നു അവൾക്ക്. അതുതന്നെയായിരുന്നു അവളെ 22 വർഷം ഈജിപ്തിൻ്റെ രാജ്ഞിയായി തുടരാൻ സഹായിച്ച ഒരു ഘടകം. അവളുടെ ബാല്യകാലം വളരെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. അവളുടെ പിതാവായ കിങ് ടോളമി 12 ഒരു ശക്തനായ ഭരണാധികാരി ആയിരുന്നില്ല. ഈജിപ്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹം അധികാര ദുർവിനിയോഗം ചെയ്തിരുന്നു എന്ന് ഈജിപ്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവയുടെ സംഗമസ്ഥലമാണ് ഈജിപ്റ്റ്. BC 332 അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്റ്റ് കീഴടക്കുകയും അലക്സാണ്ടർ സൈനിക തലവനായ ടോളമിയെ ഈജിപ്തിൻ്റെ ഭരണമേൽപ്പിക്കുകയും ചെയ്തു. അധികം താമസിക്കാതെ അലക്സാണ്ടർ മരണപ്പെടുകയാണ് ഉണ്ടായത്. BC 305 ടോളമി തന്നെ അഭിനവ ഫറവോ ആയി സ്വയം നിശ്ചയിക്കുകയും ടോളമി ഒന്നാമൻ രക്ഷകൻ എന്നർത്ഥം വരുന്ന സോർട്ടർ എന്ന പേര് സ്വയം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 5 പതിറ്റാണ്ടിൻ്റെ രാജ്യഭരണത്തിന് ശേഷം ടോളമി ഒന്നാമൻ BC 282 അന്തരിച്ചു. ഭരണത്തിൽ ഇൻസിസ്റ്റ് എന്ന അവകാശ കൈമാറൽ ടോളമി രാജവംശത്തിൽ തുടർന്നു പോന്നിരുന്നു. ടോളമി ഒന്നാമൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ സംതൃപ്തരായിരുന്നു. തുടർന്നങ്ങോട്ട് ടോളമി വംശത്തിൻ്റെ ഭരണത്തിൽ ടോളമി 12 ഭരണം വരെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. ടോളമി 12 മകളായി BC 69 6 മക്കളിൽ മൂന്നാമതായാണ് ക്ലിയോപാട്രയുടെ ജനനം. അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് രാജ്യഭരണം ക്ലിയോപാട്രയ്ക്ക് ലഭിക്കുമായിരുന്നില്ല. നിലനിന്നിരുന്ന വ്യവസ്ഥിതി രാജാവിൻ്റെ മക്കളിൽ മൂത്ത മകനും മകളും പരസ്പരം വിവാഹിതരാവുകയും തുടർന്ന് രാജഭരണം നടത്തുകയുമായിരുന്നു പതിവ്. ഇവിടെ ടോളമി 12 ആദ്യത്തെ മകൾ ബെർണിക്കയാണ് വ്യവസ്ഥിതി അനുസരിച്ച് രാജ്യഭരണത്തിന് അർഹയായിരുന്നത്. എന്നാൽ ടോളമി 12 ഭരണത്തിൽ അസ്വസ്ഥരായിരുന്ന ജനങ്ങൾ രാജാവിനെതിരെ കലാപം നടത്തുകയും രാജാവായ ടോളമിക്ക് രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ബെർണിക്കയെ ജനങ്ങൾ രാജ്ഞിയായി അവരോധിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് നാളുകൾക്ക് ശേഷം ടോളമി തിരിച്ചു വരികയും തൻ്റെ മകളായ ബെർണിക്കയെ കിളച്ഛേദം ചെയ്യുകയും തിരികെ ഭരണത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മകളായ ടിഫാനയുടെ മരണം ദുരൂഹമായിരുന്നു. ഈ അവസ്ഥയിലാണ് ക്ലിയോപാട്രയ്ക്ക് ഈജിപ്തിൻ്റെ രാജ്ഞിയാകാൻ അവസരം കൈവന്നത്. ക്ലിയോപാട്ര തൻ്റെ 18 വയസ്സിലാണ് പിതാവ് ടോളമിയുടെ മരണത്തെ തുടർന്ന് അധികാരത്തിലേറിയത്. അവളുടെ കോറീജൻ്റായി ടോളമി 13 ഭരണത്തിലേറി. ടോളമി 13 ക്ലിയോപാട്രയേക്കാൾ 8 വയസ്സിന് ഇളയതായിരുന്നു. അതായത് അധികാരത്തിലേറുമ്പോൾ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നു ടോളമി 13. റോമ സാമ്രാജ്യത്തിൻ്റെ സാമന്തരാജ്യമായിരുന്ന ഈജിപ്റ്റ് ഈ പദവി നിലനിർത്താൻ റോമിന് കപ്പം നൽകി പോന്നിരുന്നു. റോം നിരന്തരം ഈജിപ്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. ടോളമി രാജാക്കന്മാരുടെ ഇടയിൽ ഈജിപ്ഷ്യൻ ഭാഷ വശമുള്ള ഏക ഭരണാധികാരി ആയിരുന്നു ക്ലിയോപാട്ര. ഇതേസമയം റോമിൽ ജനറൽ പോംബെക്കെതിരെ സൈനിക തലവനായ ജൂലിയസ് സീസറുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടക്കുകയും ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് പോംബെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. റോമിൻ്റെ സാമന്തരാജ്യമായിരുന്ന ഈജിപ്തിൽ നിന്നും സഹായം ലഭിക്കുമെന്ന് കരുതിയാണ് പോംബെ ഈജിപ്തിലെത്തിയത്. പോംബെയ്ക്ക് പിന്നാലെ ഈജിപ്തിൽ നിന്നും തനിക്കും സഹായം ലഭിക്കുമെന്ന് കരുതി ജൂലിയസ് സീസറും ഈജിപ്തിലെത്തുന്നു. സീസർ ചെറിയൊരു സൈന്യത്തോടൊപ്പമാണ് അവിടെ എത്തിയത്. എന്നാൽ പോംബെയുടെ സൈന്യം താരതമ്യേന വലുതായിരുന്നു. സീസറിനെ സഹായിക്കാനായിരുന്നു ടോളമി 13 ഉപദേശകരുടെ അഭിപ്രായം. അങ്ങനെ ടോളമി 13 പോംബെയെ വധിക്കുകയും മാത്രമല്ല തല ഛേദിച്ച് സീസറിന് കാഴ്ചവെക്കുകയും ചെയ്തു. പോംബെ തൻ്റെ ശത്രുവായിരുന്നുവെങ്കിലും പോംബെയെ വധിക്കുക എന്നത് സീസറിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അതിനാൽ ടോളമിയുടെ ഈ പ്രവൃത്തിയിൽ സീസറിന് നീരസമുണ്ടായി.
എന്നിരുന്നാലും ആ ഘട്ടത്തിൽ ഈജിപ്തിനോട് ഒരു യുദ്ധത്തിന് സീസറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സീസർ യഥാർത്ഥത്തിൽ ഈജിപ്തിലെത്തിയത് ക്ലിയോപാട്രയുടെ പിതാവിൽ നിന്നും ലഭിക്കുവാനുള്ള വലിയൊരു തുക കപ്പക്കടം വാങ്ങുവാൻ ആയിരുന്നു. ഇതേസമയം ഈജിപ്തിൽ ടോളമി 12 മക്കൾ തമ്മിൽ അധികാര വടംവലി ആരംഭിച്ചിരുന്നു. ഈജിപ്തിൽ എത്തിയപ്പോൾ ഇതറിഞ്ഞ സീസർ ടോളമി 13 ക്ലിയോപാട്രയോടും സമാധാന ചർച്ചകൾക്കായി തന്നെ സമീപിക്കാൻ ആവശ്യപ്പെടുന്നു. തന്നെ വധിക്കാൻ സഹോദരൻ ടോളമി 13 തക്കം പാർത്ത് നടക്കുവാണെന്നറിഞ്ഞ ക്ലിയോപാട്ര ഇതൊരവസരമായി കണ്ട് അലക്സാൻഡ്രിയയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും ക്ലിയോപാട്ര യൗവനയുക്തയായ 21കാരിയായി തീർന്നിരുന്നു. ക്ലിയോപാട്ര അലക്സാൻഡ്രിയയിലെത്തി റോയൽ പാലസിൽ വിശ്രമത്തിലായിരുന്ന സീസറിനെ കാണാൻ തീരുമാനിക്കുന്നു. അതിനായി അവൾ തിരഞ്ഞെടുക്കുന്ന വഴി വിചിത്രമായിരുന്നു. തന്റെ വിശ്വസ്തനായ പരിചാരകൻ അപ്പോളോ ടോറസിന്റെ തോളിൽ ഒരു കാർപ്പറ്റിൽ പൊതിഞ്ഞ് ഒരു സമ്മാനം എന്നോണമാണ് സീസറിന് മുൻപിൽ ക്ലിയോപാട്ര പ്രത്യക്ഷപ്പെടുന്നത്. 53കാരനായ സീസറിനെ ആകർഷിക്കാൻ പാകത്തിൽ അണിഞ്ഞൊരുങ്ങിയാണ് യുവതിയായ ക്ലിയോപാട്ര സീസറിന് മുന്നിൽ എത്തിയത്. അവളുടെ ആ ഉദ്യമം വിജയം കണ്ടു. തൊട്ടടുത്ത ദിവസം ക്ലിയോപാട്രയെ ഈജിപ്തിന്റെ രാജ്ഞിയായി പുനരവരോധിക്കാൻ സീസർ ഉത്തരവ് ഇറക്കുകയുണ്ടായി. വൈകാതെ തന്നെ കൊട്ടാരത്തിലെത്തിയ ടോളമി 13 കാണുന്നത് കോ-റീജന്റായി സിംഹാസനത്തിൽ ആരൂഢയായിരിക്കുന്ന ക്ലിയോപാട്രയെയാണ്. ഇത് അദ്ദേഹത്തെ വല്ലാതെ കോപാകുലനാക്കുന്നു. സീസർ ടോളമി 13 പിതാവിന്റെ വിൽപ്പത്രത്തെയും അന്ത്യാഭിലാഷത്തെയും കുറിച്ച് പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വഴങ്ങാതെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ട് സീസർ ആദ്യമൊന്ന് അമ്പരുന്നുവെങ്കിലും സിസിലിയിലേക്ക് പോയി സഹോദരിയായ ആർസിനിയോടൊപ്പം താമസിക്കാൻ ടോളമിക്ക് അനുമതി നൽകുന്നു. അവിടെ എത്തുന്ന ടോളമി 13 ഇളയ സഹോദരി ആർസിനിയോടൊപ്പം ചേർന്ന് ജനറൽ അക്വിലസിന്റെ സഹായത്താൽ വലിയൊരു സൈന്യം രൂപീകരിക്കുകയും ആർസിനിയോയെ രാജ്ഞിയാക്കുവാൻ വേണ്ടി സീസറിനും ക്ലിയോപാട്രയ്ക്കുമെതിരെ യുദ്ധത്തിന് തയ്യാറായി എത്തുന്നു. യുദ്ധം ആരംഭിക്കുകയും യുദ്ധത്തിൽ സീസറിനെ സഹായിക്കാൻ ഒരു വലിയ സേന റോമിൽ നിന്നും ഈജിപ്തിലേക്ക് എത്തുന്നു. യുദ്ധത്തിനിടയിൽ ടോളമി 13 ജനറൽ അക്വിലസും സേനയിലെ പ്രമുഖരും വധിക്കപ്പെടുന്നു. അങ്ങനെ യുദ്ധം അവസാനിക്കുകയും ആർസിനിയോയെ റോമൻ ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെ ക്ലിയോപാട്ര ആദ്യമായി ഒറ്റയ്ക്ക് ഈജിപ്തിന്റെ രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നു. അവിടെയും കോ-റീജന്റ് എന്ന രീതി പാലിക്കപ്പെടുന്നതിനു വേണ്ടി ഇളയ സഹോദരൻ ടോളമി 14 വിവാഹം കഴിക്കുകയും രാജഭരണത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ക്ലിയോപാട്ര തന്റെ യുദ്ധവിജയം അലക്സാൻഡ്രിയയുടെ നഗരവീഥികളിൽ ഘോഷയാത്ര നടത്തി ആഘോഷിക്കുന്നു. ഇതിനിടയിൽ സീസറിൽ നിന്നും ക്ലിയോപാട്ര ഗർഭം ധരിച്ചുവെന്ന് ജനങ്ങൾക്കിടയിൽ അഭ്യൂഹം പരക്കുന്നു. മാസങ്ങൾ കടന്നു പോകുമ്പോൾ ക്ലിയോപാട്രയുടെ വയറും വലുതായി വരുന്നുണ്ടായിരുന്നു. എന്നാൽ ക്ലിയോപാട്രയുടെ പ്രസവത്തിന് കാത്തു നിൽക്കാതെ BC 42 ജൂലിയസ് സീസർ റോമിലേക്ക് തിരികെ പോകുന്നു. അധികം താമസിക്കാതെ തന്നെ ക്ലിയോപാട്ര തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകുന്നു. ആദ്യ സന്താനത്തിന് അവന്റെ അച്ഛന്റെ പേരിനോട് സാദൃശ്യമുള്ള കുഞ്ഞു സീസർ എന്നർത്ഥം വരുന്ന സിസേറിയൻ എന്ന പേര് നൽകുന്നു. പിന്നീട് അങ്ങോട്ട് ക്ലിയോപാട്ര ഈജിപ്റ്റ് അടക്കി ഭരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈജിപ്റ്റ് സാമ്പത്തികമായും കാർഷികപരമായും അഭിവൃദ്ധി പ്രാപിക്കുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ക്ലിയോപാട്ര സീസറിനെ കാണാൻ റോമിലേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും സീസർ ജീവിച്ചിരിക്കെ തന്നെ റോമിലെ നാണയങ്ങളിൽ സ്വന്തം ചിത്രമെന്ന രാജാവും മഹാനായ അലക്സാണ്ടറേക്കാൾ ഭൂപ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ച ചക്രവർത്തിയുമായി മാറിയിരുന്നു. ജൂലിയസ് സീസർ ക്ലിയോപാട്രയോടുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കാൻ അവളുടെ സ്വർണത്തിൽ തീർത്ത പൂർണ്ണകായ പ്രതിമ നഗരമധ്യത്തിൽ വീനസ് ജെനറ്റിക്സ് എന്ന ക്ഷേത്രത്തിൽ വീനസ് ദേവതയുടെ പ്രതിമയുടെ അടുത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. റോമിലെ സെനറ്റ് ജൂലിയസ് സീസറിനെ റോമ സാമ്രാജ്യത്തിന്റെ ഡിക്റ്റേറ്റർ പർപ്പച്ചോ ആജീവനാന്ത അധികാരിയായിട്ട് അവരോധിക്കുന്നു. എന്നാൽ സെനറ്റിലെ ചില അംഗങ്ങൾക്കിടയിൽ സീസർ സെനറ്റിനെ പിരിച്ചുവിട്ട് രാജഭരണം കൊണ്ടുവരുമോ എന്ന് പേടിയുണ്ടായിരുന്നു. തന്റെ ഭാര്യയായ കൽപൂർണിയെ മറന്ന് പൗരസ്ത്യദേശത്തെ ഒരു സുന്ദരിയെ സ്വീകരിച്ചതിൽ ഏകഭാരുത്വം നിലനിന്നിരുന്ന റോമിലെ സെനറ്റർമാർക്കിടയിൽ കാര്യമായ എതിർപ്പുകൾക്ക് കാരണമായി. ഇങ്ങനെ അസംതൃപ്തരായ സെനറ്റർമാരിൽ 60 പേർ ചേർന്ന് സീസറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. ഈ ഉദ്യമത്തിനു വേണ്ടി കാസിയസ് എന്ന സെനറ്റർ സീസറിന്റെ ഉറ്റ സുഹൃത്തായ ബ്രൂട്ടസിനെ പറഞ്ഞു തിരിപ്പിച്ച് അവരോടൊപ്പം ചേർക്കുന്നു. സീസറിന് ഒരു ജ്യോതിഷനിൽ നിന്നും മാർച്ച് പകുതിയെ കരുതിയിരിക്കുക എന്ന് ഒരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ സീസർ സെനറ്റിലേക്ക് പുറപ്പെടുന്നു. സീസർ സെനറ്റിലേക്ക് പുറപ്പെടുമ്പോൾ ഭാര്യ കൽപൂർണി താൻ തലേരാത്രിയിൽ കണ്ട ദുസ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് യാത്ര മുടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് രണ്ടും വകവയ്ക്കാതെ സീസർ സെനറ്റിലേക്ക് പുറപ്പെടുന്നു. സെനറ്റിന്റെ പുറത്തുവച്ചും അപായ സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും മുന്നറിയിപ്പുകൾ ഒന്നും വകവയ്ക്കാതെ സീസർ സെനറ്റിൽ എത്തുന്നു. സീസർ സെനറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അംഗരക്ഷകനും സന്തത സഹചാരിയുമായ മാർക്ക് ആന്റണിയെ
സെനറ്റിന് പുറത്തു വെച്ച് തടയുന്നു. സെനറ്റിനകത്ത് പ്രവേശിച്ച സീസറിന് സിംബൽ എന്നയാൾ ഒരു പരാതി നൽകുന്നു. പിന്നാലെ സീസറിന്റെ അംഗവസ്ത്രത്തിൽ പിടിച്ചു വലിക്കുന്നു. അത് ആക്രമിക്കുവാനുള്ള സൂചനയായിരുന്നു. ആദ്യ കുത്ത് സെനറ്റ് അംഗം കാസ്കയിൽ നിന്നായിരുന്നു. അത് സീസർ കൈ ഉയർത്തി തടുക്കാൻ ശ്രമിക്കുന്നു. കാസ്കയുടെ കുത്ത് സീസറിന്റെ മുഖത്താണ് കൊണ്ടത്. അമ്പരന്ന് പോയ സീസറിനെ സെനറ്റ് അംഗങ്ങൾ വളഞ്ഞിട്ട് കുത്തുന്നു. ആകെ സീസറിന് 23 കുത്താണ് കിട്ടിയത്. അതിൽ അവസാന കുത്ത് സീസറിന്റെ ആത്മമിത്രമായിരുന്ന ബ്രൂട്ടസിന്റേതായിരുന്നു. സീസർ കുത്തേറ്റ് വീണ് കിടക്കുമ്പോൾ സെനറ്റിൽ ബ്രൂട്ടസ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതിൽ ഒരു വാചകം ഇതായിരുന്നു: സീസറിനെ വെറുത്തതുകൊണ്ടല്ല, റോമിനെ അത്യധികം സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ സീസറിനെ വധിച്ചത് എന്നാണ് ബ്രൂട്ടസ് പറഞ്ഞത്. ഇത് കേട്ട് സെനറ്റിലേക്ക് കടന്നുവരുന്ന മാർക്ക് ആന്റണി വികാരാധീതനായി സീസറിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അല്പം മുമ്പ് ബ്രൂട്ടസിന്റെ വാക്കുകൾ കേട്ട് കൈയടിച്ച ജനങ്ങൾ മാർക്ക് ആന്റണിയുടെ വാക്കുകൾ കേട്ട് കണ്ണീർ പൊഴിക്കുന്നുമുണ്ട്. സീസറിന്റെ മരണവാർത്ത ക്ലിയോപാട്രയിൽ അവിശ്വസനീയ നടുക്കമുളവാക്കി. സീസറിന്റെ മരണശേഷം സീസറിന്റെ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ആ വിൽപത്രം പക്ഷേ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. സീസറിന്റെ മകന് ജന്മം നൽകിയ ക്ലിയോപാട്രയുടെ പേര് അതിലില്ലായിരുന്നു. എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് സീസർ തന്റെ നെഫ്യൂ ആയ ഒക്ടോവിന്റെ പേരിൽ ആയിരുന്നു തന്റെ സ്വത്തിന്റെ 3/4 പങ്കും തന്റെ പിൻഗാമിയായും എഴുതി വച്ചിരുന്നത്. ഈ ഒക്ടോവിയനാണ് പിന്നീട് അഗസ്റ്റസ് സീസർ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. സീസർ മരിച്ച് ഒരു മാസം കഴിഞ്ഞ് ക്ലിയോപാട്ര ഈജിപ്തിലേക്ക് മടങ്ങുന്നു. അധികം താമസിക്കാതെ സ്വന്തം ബന്ധുക്കൾ തന്നെ അവളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനു പുറമെ ഈജിപ്തിന് ക്ഷാമം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ ക്ലിയോപാട്രയ്ക്ക് സാധിക്കാതെ വരുന്നു. ഈ അരക്ഷിതാവസ്ഥ മറികടക്കാൻ ക്ലിയോപാട്രയ്ക്ക് ഒരു അധികാര കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു. ഇതേസമയം റോമിൽ വീണ്ടും അധികാര വടംവലി ആരംഭിക്കുന്നു. തുടർന്ന് റോമിൽ 3 അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നു. 1 മാർക്ക് ആന്റണി, 2 മാർക്കസ് ലിപ്പിഡസ്, 3 ഒക്ടോവിയൻ എന്നീ 3 പേരിലേക്കായി റോമിന്റെ അധികാരം വിഭജിക്കപ്പെടുന്നു. ഈജിപ്ത് ഉൾപ്പെടെയുള്ള പ്രദേശം മാർക്ക് ആന്റണിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ഈജിപ്തിൽ നിന്നും മാർക്ക് ആന്റണിക്ക് കപ്പം ലഭിക്കാനുണ്ടായിരുന്നു. ഇത് ലഭിക്കാനായി മാർക്ക് ആന്റണി ക്ലിയോപാട്രയ്ക്ക് കത്തയക്കുന്നു. എന്നാൽ അതിന് തിരിച്ച് പ്രതികരണമൊന്നും ക്ലിയോപാട്രയിൽ നിന്നും ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് മാർക്ക് ആന്റണി ക്ലിയോപാട്രയെ ടാർസസിലേക്ക് വിളിപ്പിക്കുന്നു. ടാർസസിൽ വെച്ച് ക്ലിയോപാട്രയിൽ ആകൃഷ്ടനായ മാർക്ക് ആന്റണി അവളോടൊപ്പം ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ വെച്ച് തന്നെ വധിക്കാൻ പദ്ധതിയിടുന്ന സഹോദരൻ ടോളമി 14 മാർക്ക് ആന്റണിയുടെ സഹായത്താൽ വിഷം കൊടുത്തു കൊല്ലുന്നു. അങ്ങനെയിരിക്കെ മാർക്ക് ആന്റണിയിൽ നിന്നും ക്ലിയോപാട്ര ഗർഭം ധരിക്കുകയും ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. BC 40 മാർക്ക് ആന്റണി റോമിലേക്ക് തിരിച്ചു പോകുന്നു. അതിനിടയിൽ മാർക്ക് ആന്റണിയുടെ 1ാം ഭാര്യ ഫാൽവ ഒക്ടോവിനെതിരെ കലാപം നടത്തുന്ന സമയമായിരുന്നു. ഫാൽവയെ സഹായിക്കാൻ മാർക്ക് ആന്റണിക്ക് റോമിൽ തുടരേണ്ടി വന്നു. ഈ യുദ്ധത്തിൽ മാർക്ക് ആന്റണിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ഈജിപ്തിലേക്ക് തിരികെ പോകാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. ഈജിപ്തിലെത്തിയ മാർക്ക് ആന്റണി ക്ലിയോപാട്രയോടൊപ്പം ചേർന്ന് ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു. ഇതിനിടയിൽ ക്ലിയോപാട്ര മാർക്ക് ആന്റണിയിൽ നിന്നും വീണ്ടും ഗർഭം ധരിച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ഈജിപ്ഷ്യൻ സാമ്രാജ്യ വികസനത്തിന്റെ വാർത്ത റോമിലെത്തിയതോടെ ഒക്ടോവിയൻ ഈജിപ്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. BC 31 ആണ്ടിൽ പ്രശസ്തമായ ആറ്റിയത്ത് യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിൽ ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നു. ഇതിനെ തുടർന്ന് ക്ലിയോപാട്ര അലക്സാണ്ട്രിയയിലെ ഒരു മുസോളിയത്തിൽ 2 പരിചാരകരോടൊപ്പം ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ എത്തുന്ന മാർക്ക് ആന്റണി ക്ലിയോപാട്ര മരിച്ചു എന്ന വ്യാജ വാർത്ത കേൾക്കാനിടയാകുന്നു. ഈ ദുഃഖം സഹിക്കാനാകാതെ മാർക്ക് ആന്റണി സ്വന്തം വാളെടുത്ത് വയറ്റിൽ കുത്തിയിറക്കുന്നു. മരണാസന്നനായ മാർക്ക് ആന്റണിയെ പരിചാരകർ ക്ലിയോപാട്രയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാർക്ക് ആന്റണി അവിടെ വെച്ച് ക്ലിയോപാട്രയുടെ മടിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു. അധികം വൈകാതെ താൻ ഒക്ടോവിയന്റെ പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയ ക്ലിയോപാട്ര പരിചാരകരുടെ സഹായത്താൽ പാമ്പിൻ ദംശനം സ്വന്തം ശരീരത്തിലേൽപ്പിച്ച് ആത്മഹൂതി ചെയ്യുന്നു. ക്ലിയോപാട്രയുടെ അന്ത്യത്തോടെ പതിറ്റാണ്ടുകൾ നിലനിന്നിരുന്ന ടോളമി രാജവംശത്തിന്റെ വേരറ്റുപോകുന്നു. ചരിത്രം നോക്കിയാൽ ക്ലിയോപാട്രയുടെ ജീവചരിത്രം ഈജിപ്തിൽ ആരും തന്നെ രേഖപ്പെടുത്തിയിരുന്നില്ല. ക്ലിയോപാട്രയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് റോമൻ ചരിത്രകാരന്മാരുടെ എഴുത്തുകളിലൂടെയാണ്. അങ്ങനെ ചരിത്രത്തിലെ മികവുറ്റ ഒരു വനിതാ ഭരണാധികാരിയുടെ സംഭവബഹുലമായ ജീവിതവും ഭരണവുമാണ് ഈ കഥയിലൂടെ പറയാൻ ശ്രമിച്ചത്.